ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അക്ബറാണ് ഇന്നത്തെ ഈ ഒരു ടാസ്കിലെ 3 റൗണ്ടുകളും ജയിച്ചത്. സെക്കൻഡ് വന്നത് അഭിലാഷാണ്. ഗോൾഡൻ കോയിനും സിൽവർ കോയിനും അവരുടെ മുന്നിൽ ഒരു ട്രെയിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഏത് എടുക്കണമെന്നും ഏത് അഭിലാഷിന് കൊടുക്കണമെന്നും അക്ബറിന് തീരുമാനിക്കാമായിരുന്നു. കൺഫെഷൻ റൂമിൽ പോയിരുന്ന് തർക്കിക്കാനുള്ള മടി കാരണമാണോ അതോ പ്രതിച്ഛായ സംരക്ഷിക്കാനാണോ എന്ന് അറിയത്തില്ല. ഗോൾഡൻ കോയിൻ എടുത്ത് അഭിലാഷിന് കൊടുത്തിട്ട് സിൽവർ കോയിൻ അക്ബർ അങ്ങ് എടുത്തു. സിൽവർ കോയിന്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ടാസ്കിൽ നിന്നും ഒരാളെ സേഫ് ആക്കി മറ്റൊരാളെ നൈറ്റ് ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ജിസേല്, ബിൻസി, ഷൈത്യ, ഷാനവാസ് എന്നിവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് അതിൽ പെടാത്ത വേറൊരാളെ നോമിനേറ്റ് ചെയ്യാം. അക്ബർ നോമിനേറ്റ് ചെയ്തത് മുൻഷി രഞ്ജിത്തിനെയാണ്. സേവ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഷാനവാസിനെയാണ്. നൈറ്റ് ടാസ്കിൽ ഇനി 2 ദിവസം പുറത്ത് കിടക്കേണ്ടത് ഷാനവാസിന് പകരം മുൻഷി രഞ്ജിത്താണ്. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നത് ഗോൾഡ് കോയിന്റെ പവർ ഉപയോഗിക്കുന്ന ചടങ്ങായിരുന്നു. അടുത്ത ആഴ്ചത്തേക്കുള്ള നോമിനേഷൻസിലേക്ക് ഒരാളെ ആഡ് ആക്കാനായിട്ടുള്ള ഒരു പവർ ആയിരുന്നു ഗോൾഡ് കോയിന്റേത്. അഭിലാഷ് നല്ലൊരു ഗെയിം അവിടെ കളിച്ച പോലെ തോന്നി. ഇൻഡിവിജ്വൽ ഗെയിം കളിച്ച പോലെ തോന്നി. ആ ഒരു ഗ്രൂപ്പിലെ അഭിലാഷ് ഇല്ലാന്ന് വരുത്തി തീർത്തത് പോലെയൊക്കെ തോന്നി. ആര്യൻ, ഷാനവാസ് ഇവർ 2 പേരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യാനായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത്. ഷാനവാസിനെയാണ് അടുത്ത ആഴ്ചയ്ക്ക് അഭിലാഷ് നോമിനേറ്റ് ചെയ്തത്. അതിന് വ്യക്തമായ ഒരു കാരണവും പറഞ്ഞു. ഇന്നലത്തെ ആ ഒരു ടാസ്കിന്റെ സമയത്ത് അനീഷിനോട് പകപോക്കൽ കാണിച്ച് ആ ഒരു ടാസ്ക് അലമ്പാക്കി എന്നൊരു റീസൺ ആണ് അഭിലാഷ് പറഞ്ഞത്. ഇതില് മണ്ടത്തരം കാണിച്ചത് അക്ബറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സിൽവർ കോയിനും ഗോൾഡ് കോയിനും കൊണ്ടുവന്ന് കൺമുമ്പിൽ വെക്കുമ്പോൾ ഗോൾഡ് കോയിൻ എടുത്ത് രണ്ടാമത്തെ ആൾക്ക് കൊടുത്തത് തന്നെ വൻ മണ്ടത്തരമാണ്. സിൽവർ കോയിൻ സ്വയം എടുത്തത് അതിനേക്കാൾ വലിയ മണ്ടത്തരമാണ്. ഗോൾഡ് കോയിന് ആയിരിക്കും പവർ കൂടുതലെന്ന് മനസ്സിലാക്കാൻ എന്തായിരുന്നു ഇത്രയും പാട് എന്നറിയത്തില്ല. എന്തായാലും നൈറ്റ് ടാസ്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഷാനവാസ് നേരെ ചെന്ന് വീണത് അടുത്ത ആഴ്ചത്തേക്കുള്ള നോമിനേഷൻസിലേക്കാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.